നിന്നിലലിയാൻ ഞാൻ ഭാഗം 66. ഇന്ദ്രനും പാർവതിയും അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു. ഫൈനൽ റൗണ്ടിൻ്റെ ടെൻഷനുണ്ട് അവൾക്ക്. നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്ന പാറു? ഞങ്ങളില്ലേ, നമുക്ക് തന്നെ കിട്ടും ഉറപ്പ്. നീതുവും ജെൻസിയും എല്ലാം അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഉറപ്പാണ്, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, പാർവതി പറഞ്ഞു. ആ വിശ്വാസം നിൻ്റെ ഈ ചങ്കുകൾ തെറ്റിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കുക, രാജേഷ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും രാജിനോടോ ഇവാനോടോ അല്ലെങ്കിൽ അഖിലിനോടോ ചോദിക്കാം, കേട്ടല്ലോ. പാർവതി ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടാവരുത്, ഇന്ദ്രൻ പറഞ്ഞു. ഒരു കുഴപ്പമില്ല ഇന്ദ്രേട്ടാ, ഞങ്ങളില്ലേ, ഞങ്ങളെ വിശ്വസിക്ക്, നീതു പറഞ്ഞു. വിശ്വാസമാണ്, പാറു പറഞ്ഞതുപോലെ തന്നെ. എന്തായാലും ഫൈനൽ റൗണ്ടിൽ പാർവതി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുവരെ അവൾക്ക് റെസ്റ്റാണ്. ഞാൻ നാളെ ഡോക്ടറെ ഒന്ന് കാണാൻ പോകുന്നുണ്ട്. ഇത്രയും ദിവസം മാറി നിന്നതല്ലേ, ഒന്ന് ചെക്കപ്പ് നടത്താമെന്ന് വിചാരിച്ചു, ഇന്ദ്രൻ പാർവതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇന്ദ്രേട്ടാ, ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ, ഡോക്ടർ ഇപ്പോൾ ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പാർവതി പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ പോകുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഞാനില്ലാതെ ഇന്ദ്രേട്ടൻ മാത്രം എന്തിനാ പോകുന്നേ? അതൊക്കെയുണ്ട്, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. എന്തോ ഒരു വശപ്പശക്ക് ഉണ്ടല്ലോ ഇതിൽ, അവൾ ചോദിച്ചു. ഒന്നുമില്ല, ദേ വന്നേ, ഭക്ഷണം കഴിക്കാൻ സമയമായി. എനിക്ക് വേണ്ട. പറ്റില്ല പാറു, കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കണം. ഞാൻ ദേ നിൻ്റെ ഭക്ഷണത്തിൻ്റെ സമയമെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അതാത് സമയത്ത് ഭക്ഷണം കഴിച്ചേ പറ്റൂ. എന്നാൽ നമുക്ക് നാളെ കാണാം, ഞാൻ ദേ ഇവളെയും കൊണ്ട് പോവാണേ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പാറുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോയി. പാറു ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ചാണ് പോകുന്നത്. അത് കണ്ട് പാറുവിൻ്റെ കൂട്ടുകാരെല്ലാവരും ചിരിക്കുകയായിരുന്നു. ആ മനുഷ്യൻ അവളെ സ്നേഹിച്ച് കൊല്ലാണല്ലോ എൻ്റെ ദൈവമേ. അവളാണെങ്കിൽ ആ സ്നേഹത്തിൽ വീർപ്പ് മുട്ടുകയാണ്, ജെൻസി പറഞ്ഞു. അത് കേട്ട് എല്ലാവരും വീണ്ടും ചിരിച്ചു. പാറുവിനെയും കൊണ്ട് ഇന്ദ്രൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ കുറച്ച് ആളുകൾ ഇരിക്കുന്നത് കണ്ടതും പാർവതി ഇന്ദ്രനെ നോക്കി. ഇന്ദ്രൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയായിരുന്നു. ആ വാ മോളെ, വന്നേ ഇരിക്ക്. ദേ മോൾക്ക് റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ട്, അമ്മ പറഞ്ഞതും അവൾ ഇന്ദ്രനെ നോക്കി. അപ്പോൾ ഇതായിരുന്നു കാരണമല്ലേ, പാർവതി ചോദിച്ചു. അവനൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. വാ ഇരിക്ക്. അമ്മേ, അവൾക്ക് സാരി എടുത്താൽ മതി, ഇന്ദ്രൻ പറഞ്ഞു. മോനെ, ഗൗണോ അങ്ങനെ എന്തെങ്കിലും പോരെ? വേണ്ട, സാരി മതി, ഇന്ദ്രൻ ഉറപ്പിച്ച് പറഞ്ഞു. അത് കേട്ടതും പിന്നെ അമ്മ മറ്റൊന്നും പറയാൻ പോയില്ല. അവിടെ കൊണ്ടുവന്നിരിക്കുന്ന സാരികളിൽ ഏറ്റവും നല്ലത് തന്നെ സെലക്ട് ചെയ്യാൻ തുടങ്ങി. അവരെല്ലാവരും സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ദ്രൻ്റെ മുഖത്തേക്കായിരുന്നു പാറുവിൻ്റെ നോട്ടം. ആര് സെലക്ട് ചെയ്തിട്ടും കാര്യമില്ല, അത് ഇന്ദ്രൻ തന്നെ എടുക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എല്ലാവരും സെലക്ട് ചെയ്ത് മാറി നിന്നതും, മോനെ ഇതിൽ നിന്നും ഏതെങ്കിലും പാറുവിന് നീയായിട്ട് തന്നെ എടുത്തോ, അമ്മ പറഞ്ഞു. അത് പറഞ്ഞതും ഇന്ദ്രൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. അവർ എടുത്തു വെച്ച സാരിയെല്ലാം നോക്കി. അതിൽ നിന്നും ഒന്നും എടുക്കാതെ മാറി മറ്റൊരു ബോക്സാണ് അവൻ്റെ കണ്ണിൽ പെട്ടത്. അവൻ അത് തുറന്നു നോക്കി. ഇത് മതി, അവൻ പറഞ്ഞു. അത് നീ കണ്ടതെങ്ങനെയാ, അമ്മ ചോദിച്ചു. അത് ദേ ഇവള് തുറന്നപ്പോഴേ ഞാനത് കണ്ടു, ഇന്ദ്രൻ ഇന്ദ്രജയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ശരിയായിട്ടാ, എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ വെഡ്ഡിങ് റിസപ്ഷൻ എങ്ങനെ ഈ കളറ് എന്ന് ആലോചിച്ചാണ് ഞാൻ, ഇന്ദ്രജ പറഞ്ഞു. മതി, ഇത് മതി, ഇനി അതിനപ്പുറത്തേക്ക് വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട, ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അത് പാറുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇതാണ് നമ്മുടെ റിസപ്ഷന് നീ ധരിക്കാൻ പോകുന്നത്. പിന്നെ അമ്മ എടുത്തിരിക്കുന്നതും ചെറിയമ്മ എടുത്തിരിക്കുന്ന ആ 2 സാരിയും കൂടി എടുത്തോളൂ. അത് പാറുവിൻ്റെ ഷോയുടെ അന്ന്, ഫൈനൽ റൗണ്ടിൻ്റെ അന്ന് അവൾ ധരിക്കാൻ പോകുന്നത് അതായിരിക്കും, ഇന്ദ്രൻ പറഞ്ഞു. ആ, അത് നന്നായിരിക്കും ഏട്ടാ, അത് നല്ല ഭംഗിയുണ്ട്, എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞു. അവൻ അതെല്ലാം കഴിഞ്ഞ് പാർവതിയും കൊണ്ട് റൂമിലേക്ക് പോയി. അതെ ഇന്ദ്രേട്ടാ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്, അവൾ ചോദിച്ചു. നാളെ ഞാൻ എന്തിനാ ഡോക്ടറെ കാണാൻ പോകുന്നതെന്നല്ലേ, ഇന്ദ്രൻ ചോദിച്ചു. ആ അതെ. അത് വേറൊന്നുമല്ല, കഴിഞ്ഞ 2 ദിവസം ഞാൻ എൻ്റെ പെണ്ണിനെ ഒരുപാട് സ്നേഹിച്ചു, പ്രണയിച്ചു, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. അപ്പോൾ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ഒന്ന് അറിയണം. നിന്നെയും കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കാണാൻ പോകുന്നത് അത് ഒരു ഹെൽത്ത് ചെക്കപ്പാണ്. ഞാൻ എൻ്റെ ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുകയാണ്. അത് നമ്മൾ ഈ സമയത്ത് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുമ്പോൾ എനിക്കെന്തെങ്കിലും അസുഖങ്ങളോ ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ
അത് എൻ്റെ പാറുവിനും എൻ്റെ കുഞ്ഞിനും വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ, അത്രയേ ഉള്ളൂ. ഇന്ദ്രൻ പറഞ്ഞു. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇന്ദ്രേട്ടാ? നമ്മൾ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുമ്പോൾ അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ ഇന്ദ്രേട്ടാ? അങ്ങനെയൊന്നും ആരും നോക്കാറുണ്ടാവില്ല ഇന്ദ്രേട്ടാ, അവൾ പറഞ്ഞു. ആരും നോക്കാറുണ്ടാവില്ല, പക്ഷേ ഞാൻ സാധാരണ രീതിയിലാണെങ്കിൽ നോക്കില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കണ്ടേ? ഈ സമയത്ത് എന്തായാലും, ഈ സമയത്തെന്നല്ല, ഏത് സമയത്തും നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല പെണ്ണേ. നീ അടുത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു റിലേഷൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹെൽത്ത് ചെക്കപ്പ് അത്ര മാത്രമേ കരുതിയാൽ മതി. നീ എൻ്റെ കുഞ്ഞിനും എൻ്റെ പെണ്ണിനും എനിക്കും വേണ്ടിയുള്ള ഒരു ചെക്കപ്പ് അത്ര കണ്ടാൽ മതി. അതിനിത്ര പേടിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ പോയി ചെക്കപ്പ് ചെയ്തിട്ട് വേഗം വരും, അത്രയേ ഉള്ളൂ, ഇന്ദ്രൻ പറഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയുന്നത് കൊണ്ട് പിന്നെ അവൾ ഒന്നും പറയാൻ നിന്നില്ല. രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, മോനെ ഇന്ദ്ര, പാറുമോൾക്കുള്ള ഡ്രസ്സ് എടുത്തു, ഓർണമെൻറ്റ്സൊക്കെ എങ്ങനെയാണ്? അമ്മ ചോദിച്ചു. അത് ഞാൻ എൻ്റെ ഷോപ്പിൽ നിന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ടമ്മ. ഏട്ടൻ എടുത്തോ? ഇന്ദ്രജ ചോദിച്ചു. ആ, ഞാൻ എടുത്തു. എന്താ? ഇന്ദ്രൻ ചോദിച്ചു. അത് പിന്നെ ഏട്ടാ, ഞങ്ങൾക്ക് കുറച്ച് ജ്വല്ലറീസ് നോക്കണമായിരുന്നു, അവർ പറഞ്ഞു. അതിനെന്താ, നിങ്ങൾ രാവിലെ എല്ലാവരും കൂടി പോയിക്കോളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്തോളൂ. ബില്ല് എന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞാൽ മതി, ഇന്ദ്രൻ പറഞ്ഞു. പാർവതിയും ഇന്ദ്രനും ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയി. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ വാഷ്റൂമിലേക്ക് കയറി. പാർവതി ചെന്ന് അവളുടെ കബോർഡ് തുറന്നു. അതിൽ ഒരു വെൽവെറ്റ് തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ചിലങ്ക എടുത്ത് നോക്കി. അതും കൊണ്ട് അവൾ ബാൽക്കണിയിലേക്ക് വന്നിരുന്നു. അവിടെയുള്ള സ്വിംഗ് ചെയറിൽ ഇരുന്നു. വെൽവെറ്റ് തുണി തുറന്ന് അതിൽ നിന്നും അവളുടെ ചിലങ്ക പുറത്തേക്കെടുത്തു. പതിയെ കൈകൊണ്ട് അതിലൊന്ന് തട്ടി. അതിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം അവളുടെ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നതായിരുന്നു. പതിയെ അവൾ ഒരു പാട്ട് മൂളിക്കൊണ്ട് ചിലങ്കയിൽ താളം പിടിച്ചു. താളം പിടിക്കുന്നതനുസരിച്ച് അവളുടെ കാലുകളും ചലിച്ചു. അത് കണ്ടുകൊണ്ടാണ് ബാത്റൂമിൽ നിന്നും ഇന്ദ്രൻ ഇറങ്ങി വന്നത്. വന്നപ്പോൾ പാർവതിയെ റൂമിൽ കണ്ടില്ല. അപ്പോഴാണ് ചിലങ്കയുടെ ശബ്ദം കേട്ടത്. വേഗം വന്ന് നോക്കി. അവളെങ്ങാനും നൃത്തം ചെയ്യുകയാണോ എന്ന് പേടിച്ചിട്ടാണ് ഓടി വന്ന് നോക്കിയത്. നോക്കിയപ്പോൾ കണ്ണുകളടച്ച് സ്വിംഗ് ചെയറിൽ ഇരിക്കുകയാണ്. പതിയെ എന്തൊക്കെയോ വരികൾ മൂളുന്നുണ്ട്. അതനുസരിച്ച് താളം പിടിക്കുന്നുണ്ട് ചിലങ്ക. ചിലങ്ക മാത്രമല്ല, കാലും താളം പിടിക്കുന്നുണ്ടെന്ന് അവൻ കണ്ടു. കുറച്ചു നേരം അവളെ തന്നെ നോക്കിയിരുന്ന ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് ചെന്നു. സ്വിംഗ് ചെയറിൽ പിടിച്ചു. ഇന്ദ്രൻ്റെ സാമീപ്യം അറിഞ്ഞ അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. എന്താ ഇന്ദ്രേട്ടാ? അവൾ ചോദിച്ചു. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ് അവൻ അവളെ കയ്യിൽ പിടിച്ച ആ ചിലങ്ക എടുത്ത് നോക്കി. ചെറുതായിട്ട്, അവൾ പറഞ്ഞു. അറിയാം, എൻ്റെ പെണ്ണിന് ഒരുപാട് ഇഷ്ടമാണെന്നറിയാം. പക്ഷേ ഈ സാഹചര്യത്തിൽ അറിയില്ലല്ലോ. വേണമെങ്കിൽ ഞാൻ നാളെ ചെല്ലുമ്പോൾ ഡോക്ടറോടൊന്ന് ചോദിക്കാം, ചെറുതായിട്ട് ഒന്ന് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന്, ഇന്ദ്രൻ ചോദിച്ചു. പറയൂ ഇന്ദ്രേട്ടാ, ചോദിക്കോ ഡോക്ടറോട്? അവൾ ആകാംക്ഷയോടെ ചോദിച്ചപ്പോൾ അവൾ എത്രമാത്രം അത് ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനെ മിസ് ചെയ്തിരുന്നു എന്നും ഇന്ദ്രന് മനസ്സിലായി. ഞാൻ ചോദിക്കാം. പക്ഷേ നീ സാധാരണ കളിക്കുന്നത് പോലെ വളരെ വേഗത്തിലും വളരെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പുകളിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ കുറച്ച് സമയം സിമ്പിളായിട്ട് ഒരുപാട് നിൻ്റെ ബോഡിക്ക് സ്ട്രെയിൻ ചെയ്യാത്ത രീതിയിൽ ചെയ്യാമെങ്കിൽ മാത്രം എന്ന് ഉറപ്പ് തരാണെങ്കിൽ മാത്രം ഞാൻ ഡോക്ടറോട് ചോദിക്കാം, ഇന്ദ്രൻ പറഞ്ഞു. ശരി ഇന്ദ്രേട്ടാ, ഞാൻ വളരെ ചെറുതായിട്ടേ ഒന്ന് ചെയ്യൂ. എനിക്കറിയാൻ പാടില്ലേ എൻ്റെ കുഞ്ഞുമാവിയുണ്ടെന്ന്. ഞാനേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വയറ്റിലുള്ളത് ഒരു പെണ്ണുവാവയാണെങ്കിൽ ഇപ്പോഴേ താളം കേട്ടൊന്ന് പഠിച്ചോട്ടെ, അവൾ പറഞ്ഞു. അതേലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അനുവദിക്കുന്നത്, ഇന്ദ്രൻ പറഞ്ഞു. അവൾ ഇന്ദ്രൻ്റെ നെഞ്ചിലേക്ക് ചാരി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. മരുന്ന് കഴിച്ചോ? ഇന്ദ്രൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി അവൻ്റെ മുഖത്തേക്ക് കൂർപ്പിച്ച് നോക്കി. എന്തിനിങ്ങനെ നോക്കുന്നേ? മരുന്ന് കഴിച്ചോന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. എനിക്ക് ഇഷ്ടമല്ലാന്ന് അറിഞ്ഞിട്ടും എന്നെ എന്തിനെങ്ങനെ നിർബന്ധിക്കുന്നേ? ഇത് നിനക്ക് വേണ്ടി കഴിക്കുന്നതല്ല. അയ്യോ വേണ്ട ഇന്ദ്രേട്ടാ, അന്ന് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് മെഡിസിൻ കഴിപ്പിച്ചത് ഞാൻ മറക്കില്ല. ഇങ്ങോട്ട് തന്നോളൂ, ഞാൻ കഴിച്ചോളാം, അവൾ പറഞ്ഞു. അങ്ങനെ വഴിക്ക് വാ എന്ന് പറഞ്ഞ് അവൻ അവളെയും ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നു.
അവൾക്കുള്ള മെഡിസിനും എടുത്തു കൊടുത്തു. അത് കഴിച്ചു കഴിഞ്ഞതും വാ ഇവിടെ വന്ന് കിടക്ക് എന്ന് പറഞ്ഞ് അവൻ തന്നെ അവളെ ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് കിടത്തി. ഇന്ദ്രനും അവളുടെ അടുത്ത് തന്നെ കിടന്നു. പാറു, എന്തെങ്കിലും വിഷമമുണ്ടോ എൻ്റെ പാറുവിന്? ഇന്ദ്രൻ ചോദിച്ചു. എങ്ങനെ എങ്ങനെ മനസ്സിലായി ഇന്ദ്രേട്ടാ? എനിക്കറിയാൻ പാടില്ലേ ഈ മനസ്സ്. അമ്മ, അച്ഛൻ, ചേച്ചി കാണാൻ തോന്നുന്നുണ്ടല്ലേ? കാണാൻ തോന്നുന്നു ഇന്ദ്രേട്ടാ. അമ്മയെയും അച്ഛനെയും ചേച്ചിയൊക്കെ കാണാൻ തോന്നുന്നു. ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നു ഇന്ദ്രേട്ടാ. പ്രത്യേകിച്ച് അമ്മയെ. എനിക്ക് പേടിയാവുന്നു. ഇതൊക്കെ അറിയുമ്പോൾ അമ്മ എങ്ങനെ പ്രതികരിക്കുന്നു ഓർത്തിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇന്ദ്രേട്ടാ. അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ ഇന്ദ്രനും സങ്കടമായി. പാറു, ഒന്നും ഉണ്ടാവില്ല, ഞാനില്ലേ കൂടെ. ദേ കരയല്ലേ, കരഞ്ഞ എനിക്ക് ദേഷ്യം വരെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടച്ചു കൊടുത്തു. അവൻ കൈയെത്തിച്ച് ഫോണെടുത്ത് അപ്പോൾ തന്നെ പാറുവിൻ്റെ അച്ഛനെ വിളിച്ചു. ഫോൺ റിങ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ കോൾ അറ്റൻഡ് ചെയ്തത്. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛൻ ചോദിച്ചു. ഇല്ല അച്ഛാ, പ്രശ്നമൊന്നുമല്ല. പാറുവിന് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി, കരയാണ്. ഇന്ദ്രൻ പറഞ്ഞു. അയ്യോ, ഇപ്പോൾ എങ്ങനെയാ മോനെ? അതും അവള് ഒന്നും അറിയില്ലല്ലോ, എങ്ങനെയാ അവളെ? അച്ഛനും പാറു കരയുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ വെപ്രാളമായി. അറിയാച്ചാ, പക്ഷെ അവളുടെ കരച്ചിൽ അത് മാത്രം ഇന്ദ്രൻ സഹിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്, അമ്മ ഇപ്പോൾ എന്തു ചെയ്യാണ്? ഇന്ദ്രൻ ചോദിച്ചു. അമ്മ ദേ കിച്ചണിലുണ്ട്. ആണോ? എന്നാ അച്ഛനൊരു കാര്യം ചെയ്, ഒന്ന് വീഡിയോ കോൾ ചെയ്യോ? അവിടെ ലക്ഷ്മിയുണ്ടോ? ഇന്ദ്രൻ ചോദിച്ചു. ആ ഉണ്ട്. എന്നാ അച്ഛൻ ഫോൺ ലക്ഷ്മിക്ക് കൊടുക്ക്. എന്നിട്ട് അമ്മ അറിയാതെ ഒന്ന് വീഡിയോ കോളിൽ കാണിച്ചു തരാൻ പറ. പാറു എൻ്റെ അടുത്തുണ്ട്, ഒന്ന് കാണട്ടെ അവൾ. ഇന്ദ്രൻ പറഞ്ഞു. ആ ശരി മോനെ, ഞാൻ ദേ ഇപ്പം തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ ഫോൺ കൊണ്ടുപോയി ലക്ഷ്മിക്ക് കൊടുത്തു. മോളെ ലച്ചു, ദേ പാറുമോള് ആകെ വാശി പിടിക്കുന്നു, കരച്ചിലുണ്ട് അവൾ. എന്തിനാച്ചാ, എന്താ അവൾക്ക് പറ്റിയേ? ലക്ഷ്മി ചോദിച്ചു. മോളെ പേടിക്കണ്ട, അവൾക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. അച്ഛാ, അവളുടെ ഈ സമയത്തുള്ള ആഗ്രഹമാണത്, ലക്ഷ്മി പറഞ്ഞു. അറിയാം, പക്ഷെ അത് സാധിച്ചു കൊടുക്കണ്ടേ നമ്മൾ? നീ ഒരു കാര്യം ചെയ്, ദേ ഇന്ദ്രൻ വീഡിയോ കോളിൽ ഒന്ന് അമ്മയെ കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. നീ ഒന്ന് എങ്ങനെയെങ്കിലും അടുക്കളയിൽ ചെന്നിട്ട് അമ്മയെ ഒന്ന് കാണിക്ക്. നീ ഫോൺ ചെയ്യാനെന്നൊന്നും അറിയണ്ട, അറിയാത്ത രീതിയിൽ ഒന്ന് കാണിച്ചു കൊടുക്ക്, അച്ഛൻ പറഞ്ഞു. ശരി, ഞാനെടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങി ലക്ഷ്മി കിച്ചണിലേക്ക് ചെന്നു. കോളിൽ ഇന്ദ്രനും പാർവതിയും ഉണ്ടായിരുന്നു. പാർവതി ശ്രദ്ധയോടെ ഫോണിലേക്ക് നോക്കി നിൽക്കുകയാണ്. കുറേ നാളായി ആ വീടും കിച്ചൺ എല്ലാം അവൾ കാണുന്നത്. അമ്മ നാളത്തേക്കുള്ള ദോശമാവ് അരച്ചു വയ്ക്കുകയാണ്. അപ്പോഴാണ് ലക്ഷ്മി ഫോണുമായിട്ട് ചെന്നത്. എന്താ മോളെ, എന്തേലും വേണോ? അമ്മ ചോദിച്ചു. ഒന്നുമില്ല അമ്മ, ഞാൻ ചുമ്മാ അമ്മ എന്തെടുക്കാമെന്നറിയാൻ വേണ്ടി വന്നതാ. ആ ഞാനോ? നാളത്തേക്കുള്ള ദോശയ്ക്ക് അരച്ചു വയ്ക്കാം മോളെ. ആ മോളെ, ഞാൻ മോളെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മോളെ പാറു വിളിച്ചായിരുന്നോ? അമ്മ ചോദിച്ചു. ആ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അമ്മ? അറിയില്ല മോള് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അവൾക്ക് എന്തോ ഒരു സങ്കടമുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. എന്നാൽ വീഡിയോ കോളിലുണ്ടായിരുന്ന പാർവതിയും ഇന്ദ്രനും അമ്മ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടതും പാർവതി മുഖമുയർത്തി ഇന്ദ്രനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഇന്ദ്രൻ കണ്ടു. അവൾക്ക് എന്ത് വിഷമമുണ്ടാവാനമ്മേ? അവളവിടെ ഓക്കെയാണ്, അവൾ വരെ ഹാപ്പിയാണ്, ലക്ഷ്മി പറഞ്ഞു. അറിയില്ല മോളെ, അവൾക്ക് എന്നോട് എന്തോ പറയാനുള്ളത് പോലെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് തോന്നുന്നു. എത്രയും പെട്ടെന്ന് അത് കഴിഞ്ഞ് എൻ്റെ കൊച്ച് എത്തിയാൽ മതി. എനിക്ക് വയ്യ, ജയിക്കണമെന്നൊന്നുമില്ല എനിക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ടാൽ മതി, അമ്മ പറഞ്ഞു. ആ അമ്മയ്ക്ക് കാണാമല്ലോ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് വീഡിയോ കോൾ ചെയ്താലോ? വേണ്ട മോൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഇനി ഇപ്പം വിളിച്ച് ശല്യം ചെയ്യണ്ട. കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് അവളിങ്ങോട്ട് എത്തില്ലേ, അത് തന്നെ വലിയ കാര്യം. മോളെത്തിയിട്ട് വേണം അവളെയും കൊണ്ടൊന്ന് തറവാട്ടിലേക്ക് പോകാൻ. അവിടെ എല്ലാവരും അവളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് കേട്ടതും പാറുവിൻ്റെ മുഖം മാറി. പാറുവിൻ്റെ മാത്രമല്ല, ഇന്ദ്രൻ്റെയും. അത് ലക്ഷ്മിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ അതൊക്കെ നമുക്ക് വരുന്ന പോലെ ചെയ്യാമേ
എന്ന് പറഞ്ഞ് ലക്ഷ്മി ഫോണും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. അവൾ പുറത്ത് വന്ന് ഫോണെടുത്ത് പാർവനെ നോക്കി. പാറു, അമ്മേനെ കണ്ടില്ലേ? ഇനി വിഷമിച്ചിരിക്കരുത് കേട്ടോ. ദേ, ഈ സമയത്ത് നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് കുഞ്ഞിനും ബാധിക്കും. അതുകൊണ്ട് സങ്കടപ്പെടാതിരിക്കണം കേട്ടോ. നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഒന്നുമില്ലെങ്കിലും കൂടെ നിൻ്റെ ഭർത്താവില്ലേ? അതുകൊണ്ട് ഒന്നോർത്ത് വിഷമിക്കണ്ട കേട്ടോ. എത്രയും പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വേഗം 3 പേരും കൂടി ഇങ്ങോട്ട് പോര്. ഇവിടെ വന്ന് നമുക്ക് അമ്മയോട് സംസാരിക്കാം. അമ്മയ്ക്ക് എൻ്റെ പാറൂട്ടിനെ മനസ്സിലാക്കാൻ പറ്റും, അവൾ പറഞ്ഞു. ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? പാറു ചോദിച്ചു. എന്തിന്? അത് ഞാൻ ചേച്ചിക്ക് മുന്നേ വിവാഹം കഴിച്ചു. ഇപ്പോൾ ഞാനൊരു അമ്മയാവാൻ പോകുന്നു. പാറു, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. പാറു, ഇതൊക്കെ ഓരോരുത്തരുടെ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും നമ്മുടെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്. അതൊന്നോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ലക്ഷ്മി അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നീ ഫോൺ ഇന്ദ്രേട്ടന് കൊടുത്തേ. ലക്ഷ്മി പറഞ്ഞതും പാർവതി ഫോൺ ഇന്ദ്രൻ്റെ നേരെ തിരിച്ചു. പറയ് ലക്ഷ്മി. ഇന്ദ്രേട്ടാ, അത് കഴിഞ്ഞ ദിവസം എന്നോട് വൈശാഖ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടനോടൊന്ന് അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വിളിച്ചിട്ട് ഏട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, അവൾ പറഞ്ഞു. അത് ശരിയാ, ഞങ്ങൾ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല, ഇന്ദ്രൻ പറഞ്ഞു. ഞാൻ വൈശാഖിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു. പാറു, ഇപ്പോൾ സമാധാനമായില്ലേ? എന്നാലും അമ്മയ്ക്ക് എത്ര പെട്ടെന്ന് എൻ്റെ മനസ്സിലാക്കാൻ പറ്റിയത് ഇന്ദ്രേട്ടാ? അതെ, അമ്മയാണ്. മക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ അമ്മയോളം കഴിവ് മറ്റാർക്കുമില്ല പാറു. നിന്നെ മനസ്സിലാക്കാൻ നിൻ്റെ അമ്മയ്ക്ക് പറ്റും. ആ ഒരു വിശ്വാസം നിൻ്റെ ഇന്ദ്രേട്ടനുണ്ട്. അതെ, ഉറക്കൊഴിക്കണ്ട, ഉറങ്ങാൻ സമയമായി, ഉറങ്ങിക്കേ എന്ന് പറഞ്ഞ് അവൻ ഫോൺ മാറ്റിവെച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. ഇന്ദ്രൻ്റെ നെഞ്ചിലെ ചൂടിൽ പാർവതി വേഗം തന്നെ ഉറക്കത്തിലേക്ക് പോയി. പാർവതി ഉറങ്ങിയെന്ന് കണ്ടതും ഇന്ദ്രൻ എഴുന്നേറ്റ് ഫോണുമായി ബാൽക്കണിയിലേക്ക് നടന്നു. അവൻ വൈശാഖിനെ വിളിച്ചു. 2 റിങ്ങിൽ തന്നെ വൈശാഖ് ഫോണെടുത്തു. എത്ര ദിവസമായെന്നറിയോ ഞാൻ വിളിക്കുന്നത്? ഇന്ദ്രൻ പറഞ്ഞ കാര്യം ഞാൻ അന്വേഷിച്ചു. സത്യമാണ്, ഞാൻ മാത്രമല്ല കേട്ടോ. 1 മിനിറ്റേ. വൈഷ്ണവ്, ദേ ഇന്ദ്രേട്ടൻ ലൈനിലുണ്ട്. വൈശാഖിൻ്റെ ശബ്ദം കേട്ടതും വേഗം വൈഷ്ണവ് വന്ന് ഫോൺ വാങ്ങി. ഇന്ദ്ര, ഞങ്ങൾ അന്വേഷിച്ചു. നീ പറഞ്ഞത് കറക്റ്റാണ്. അലോകുമായിട്ടാണ് കാശിനാഥൻ്റെ കൂട്ട്. അതുമാത്രമല്ല, നമ്മുടെ തറവാട്ടിലെ ആ റിസോർട്ട്, ആ ആയുർവേദ റിസോർട്ടിലേക്കാണ് അലോകിൻ്റെ ഇപ്പോഴത്തെ ശ്രദ്ധ. അതിന് കൂട്ടുനിൽക്കുന്നത് കാശിനാഥൻ മാത്രമല്ല, അവൻ്റെ മുത്തച്ഛനും അതിൽ പങ്കുണ്ട്, അവിടെ നിന്നും വൈഷ്ണവ് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടിയാണ് അവൻ പാർവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? അതും ഒരു കാരണം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ആയുർവേദ റിസോർട്ട് കൈക്കലാക്കി അതിൻ്റെ മറവിൽ അലോക് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ശരിക്കും പറഞ്ഞാൽ കാശിനാഥൻ അറിയില്ല. അലോകിൻ്റെ കയ്യിലെ ഒരു കളിപ്പാവ മാത്രമാണ് കാശിനാഥൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി പാർവതിയാണെന്ന് അവൻ അറിയില്ല അലോകിന്. അതുകൊണ്ട് തന്നെ അവർക്ക് പാർവതിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അലോക് പാർവതിയെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അതും അവളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ വന്നാണ് അന്വേഷിച്ചിരിക്കുന്നത്. ഞാൻ അറിഞ്ഞത് വെച്ച് അവൻ പാറുവിൻ്റെ അമ്മയെയും അച്ഛനെയും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു വിവാഹാലോചനയുമായി മുന്നോട്ട് പോകാനായിരിക്കും അവൻ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. വാട്ട്? ഇന്ദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു. അതേ ഇന്ദ്ര, അവന് പാറുവിൻ്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ച് പാറുവിനെ വിവാഹം കഴിക്കാനുള്ള ഒരു പ്രപ്പോസൽ വയ്ക്കാനാണ് സാധ്യത. കാരണം പാറുവിൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം, അല്ലെങ്കിൽ പാറു നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അവളുടെ വീട്ടിൽ അറിയില്ല എന്നാണ് അവൻ്റെ ധാരണ. അതുകൊണ്ട് അവൻ അങ്ങനെയൊരു കളി കളിക്കാനുള്ള സാധ്യതയുണ്ട്, വൈഷ്ണവ് പറഞ്ഞു. എന്തായാലും നിങ്ങളുടെ കണ്ണ് എപ്പോഴും അവൻ്റെ മേൽ വേണം. അറിയാലോ, അവൻ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പാർവതിക്ക് വേണ്ടി മാത്രമാവില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ ആ റിസോർട്ട്, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ചതി അവൻ വയ്ക്കും. അതിനുവേണ്ടിയായിരിക്കും അവൻ ഇപ്പോൾ ഈ സമയം ഇവിടെ നിന്ന് വന്നിരിക്കുന്നത്, ഇന്ദ്രൻ പറഞ്ഞു. അറിയാം ഇന്ദ്ര, എനിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മുഴുവൻ തെളിവുകളും കിട്ടിയിട്ട് ഇന്ദ്രനോട് പറയാം.
വൈഷ്ണവ് പറഞ്ഞു. എങ്ങനെയുണ്ട്, പാറൂട്ടി ഓക്കെ ആണോ? വൈഷ്ണവ് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. എന്തായാലും അടുത്ത ദിവസം നടക്കുന്ന പാർട്ടി, അതിൽ പാറുവിനെ ശ്രദ്ധിച്ചേക്കണം. അവരുടെ ഫാഷൻ ഷോയും ആ ദിവസം നടക്കുന്ന വൈകിട്ടത്തെ റിസപ്ഷനും രണ്ടും നിർണായകമാണ്. അലോക് ഇതിനിടയിൽ എന്തെങ്കിലും കളികൾ കളിക്കുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല. അവൻ കേരളത്തിൽ വന്ന് പോയിട്ടുണ്ടെങ്കിൽ, അവൻ ആ റിസോർട്ടിനെ സംബന്ധിച്ച കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ റിസോർട്ട് പാറുവിൻ്റെ പേരിലാണെന്ന് അവൻ അറിയും. അറിഞ്ഞാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. കാരണം ഇന്ദ്രജിത്ത് ലോകനാഥ് ഗുപ്തയുടെ ഭാര്യയാണ് പാർവതി. അതുകൊണ്ട് ഒരിക്കലും തനിക്ക് ആ റിസോർട്ട് കിട്ടില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അലോക്, അവനെ നമ്മൾ സൂക്ഷിക്കണം, വൈഷ്ണവ് പറഞ്ഞു. ഹായ്, ഞാനാണ് കാർത്തിക. എൻ്റെ ശബ്ദമൊന്നും മാറിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഈ നേരത്ത്, അതായത് ഇപ്പോൾ സമയം 10:30 മണിയായി. ഇപ്പോഴാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ? തണുപ്പും എല്ലാം കൂടി വന്നപ്പോൾ ഉള്ള ഒരു വോയിസ് ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ അത് പെട്ടെന്ന് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറഞ്ഞേക്കണേ. പിന്നെ പഴയ സ്റ്റോറിയിൽ നിന്നും മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് പഴയ സ്റ്റോറിയാണ് നല്ലത്, ഈ സ്റ്റോറി കൊള്ളില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. ഞാനൊരു മാറ്റം കൊണ്ടുവന്ന് നോക്കിയതാണ്. ആ സ്റ്റോറി ഏകദേശം വായിച്ച എല്ലാവരുടെ മനസ്സിലുണ്ടല്ലോ. അത് തന്നെ വീണ്ടും വായിച്ച ബോറടിക്കില്ലേ? ഒന്ന് മാറ്റി പിടിച്ചതാന്നേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പ്രണയം ഞാനും നീയും ഒന്നാണ് 2 സ്റ്റോറിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കേൾക്കുക, ഇഷ്ടപ്പെടും ഉറപ്പാണ്. അപ്പോൾ നാളെ കാണാം. ടാറ്റാ.